ഹായ് ഇൻവെസ്റ്റിംഗ് ജേർണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് എത്ര പൈസ കൊണ്ടുവരണം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും എന്താ ചെയ്യുക, ട്രയൽ നോക്കാൻ എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ കുറഞ്ഞ എമൗണ്ട് പൈസ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് കൊണ്ടുവരുള്ളൂ ആദ്യം വരുന്ന സമയത്ത്, അല്ലേ? പിന്നീട് മെല്ലെ 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 നമ്മൾ പൈസ കൂട്ടി കൊണ്ടുവരാം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു എമൗണ്ടിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളർന്ന് വളർന്ന് മുന്നോട്ടേക്ക് പോകുന്നത്, അല്ലേ? ആ ഒരു എമൗണ്ട് വർദ്ധിച്ചിട്ടാണ് പല മടങ്ങുകളായിട്ട് മാറുന്നത്. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലൈഫൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എമൗണ്ട് കിട്ടണം, അല്ലേ? അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നല്ലൊരു സ്ഥലമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കൊണ്ടുവരുന്ന ഈ ഒരു ബേസ് എമൗണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് വളർന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ടിലോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ തുടക്കത്തിൽ വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊണ്ടുവരുന്ന എമൗണ്ടാണ് എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് ഞാനൊരു 10 രൂപ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നു, അതെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 2 വർഷത്തിൻ്റെ ഉള്ളിൽ എനിക്ക് വേണമെങ്കിൽ ഒരു 50 രൂപയാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അതേ സമയത്ത് ഞാൻ ഒരു 10 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് 50 ലക്ഷം ആക്കാൻ വേണ്ടി പറ്റും. അപ്പം തുടക്കത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന എമൗണ്ടിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. അപ്പം തുടക്കത്തിൽ വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രം കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ ചെയ്യുന്ന വർക്ക് സെയിമാണ്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുന്നത് നിങ്ങൾക്ക് കണ്ട സ്റ്റോക്ക് എടുത്തിട്ട് വെറുതെ കടന്നുറങ്ങാനല്ലല്ലോ. നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആണ് നമ്മളിവിടേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ഓരോ സ്റ്റോക്കും അപ്പം നമ്മൾ ഒരു 100 രൂപയ്ക്കൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു എഫേർട്ടിന് തന്നെ ഒരു നാണക്കേടാണത്, അല്ലേ? അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് വലിയൊരു എമൗണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളൊരു തോന്നൽ വരും, അല്ലേ? അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്സാഹം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പരമാവധി നിങ്ങൾക്ക് എത്ര പൈസ കൊണ്ടുവരാൻ പറ്റും അത്രയും പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവരണം. എനിക്കൊക്കെ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം കുറച്ചും കൂടെ നേരത്തെ ഞാൻ ഇങ്ങോട്ടേക്ക് എത്തേണ്ടതായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായി പോയോ എന്ന് പോലും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി പൈസ ചിലവാക്കുമ്പോൾ നമ്മൾ 100 വട്ടം ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 100 വട്ടം ആലോചിക്കണം ഓരോ സ്റ്റോക്കും എടുക്കുന്ന സമയത്ത്. എന്നെങ്കിലും മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സക്സസ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, റിസ്കുകളുണ്ട്, എന്തും സംഭവിക്കാം. അപ്പോൾ അതിന് നമുക്ക് വേറെ കുറേ മെഷേഴ്സ് ഉണ്ട്. ആ ഒരു റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് പറയാം. പിന്നെ ഇപ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് ഇപ്പം കറക്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. കുറച്ച് കാലമായിട്ടേ ഉള്ളൂ കറക്റ്റ് ചെയ്ത് ഒന്ന് ജസ്റ്റ് റിക്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഓൾ ടൈം ഹൈ ഇതുവരെ നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു ബുൾ മാർക്കറ്റ് ജസ്റ്റ് തുടങ്ങുന്നു. അപ്പോൾ ഇനി ബുൾ മാർക്കറ്റ് വരാനുണ്ട്. അപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ടൈമാണ് ശരിക്കും, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് ശരിക്കും ഇപ്പം. അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞ് നിങ്ങളിപ്പം പഠിക്കാൻ വേണ്ടിയിരിക്കുകയാണ്, അല്ലേ? കുറേ പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തമായി നീളുന്ന പഠനമല്ല, വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് യുക്തിയും ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് തന്നെ, അല്ലേ? നിങ്ങൾ ഇതുവരെ ചിലപ്പം കുറേ ആൾക്കാർ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പഠനമായിരിക്കും, കുറേ കാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പേപ്പർ ട്രേഡ്, മറ്റേ ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനം അവർ ചെയ്യും. പക്ഷേ ട്രേഡിങ്ങിനേക്കാളും എനിക്ക് ഒന്നും കൂടെ ഇഷ്ടമുള്ളത് ഇൻവെസ്റ്റിംഗ് ആണ് കേട്ടോ. കാരണം ട്രേഡിങ്ങിനേക്കാളും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഇൻവെസ്റ്റിങ്ങിനാണ്. നിങ്ങളെല്ലാം പഠിച്ചിട്ട് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒരു കാലത്തും എന്ത് ചെയ്യില്ല, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരില്ല. കാരണം ഇതിൻ്റെ പഠനം നമുക്ക് ഒരു കാലത്തും തീരില്ല. ഇത് അത്രയും അനന്ത വിശാലമായിട്ടുള്ള സ്ഥലമാണ്. 100% ഉറപ്പുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല. ഒരു ബിസിനസ്സും എവർഗ്രീൻ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തും സംഭവിക്കാം, അത് റിയാലിറ്റിയാണ്. അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഇടുക. അപ്പോൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലേ നമ്മൾ എന്താവുള്ളൂ, ആ സ്റ്റോക്കിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. തുടക്കത്തിലൊരു പഠനം നടത്തിയിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് പോകും തോറും ഓട്ടോമാറ്റിക്കലി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും വെച്ചാൽ താനെ മനസ്സിലാവില്ല, നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇത് ആർക്കും പഠിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്, വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും സ്റ്റോക്കൊന്നും എടുത്തിട്ട് കാര്യമില്ല, പഠിക്കാനുള്ള മെൻറ്റാലിറ്റി നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നല്ല രീതിയിൽ തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഒന്നായിട്ട് എടുക്കേണ്ട, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിത് ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.